ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മൂകാംബിക ദേവീനെ തൊഴുതിട്ട് വരാലോ, മൂകാംബികയിൽ പോയിട്ട്. അപ്പം നമ്മളങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഒരു യാത്ര പുറപ്പെട്ടു. നമ്മളിരുന്ന് കണ്ണൂരിൽ പുലച്ചക്ക് 4:30 ട്രെയിനിൽ കയറി 7 മണിയാകുമ്പോൾ മംഗലാപുരത്തെത്തി. അടിയിറങ്ങി. നമ്മൾ അടിയിറങ്ങുമ്പം വന്ദേ ഭാരത് ഇങ്ങനെ പോകുന്നുണ്ടായിന്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ബസ്സിലാണ് മൂകാംബികയിലേക്ക് പോയത്. അപ്പോൾ ബസ്സിൽ ഓടിപ്പിടിച്ചെല്ലാം കയറി തിരക്കുണ്ടായിനി, എന്നാലും നമുക്ക് സീറ്റെല്ലാം കിട്ടീനി. അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി. ആടെ ഇറങ്ങി അവിടുന്ന് നടന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക്. റൂം ആദ്യമേ ബുക്ക് ചെയ്തതുകൊണ്ട് പിന്നെ അതിനൊന്നും പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നോക്കുമ്പോൾ അമ്പലത്തിൽ ആ സമയത്ത് ഏകദേശം ഒരു 10:30-11 മണിയെല്ലാം ആകുമ്പോഴാണ് നമ്മളവിടെ അമ്പലത്തിലെത്തിയിനി. അമ്പലത്തിൽ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അകത്ത് ദർശനത്തിനുള്ള ക്യൂ ആണ്. ആ സമയത്ത് ക്യൂ ഉണ്ട്. 2 മണി വരെ പിന്നെ അകത്ത് കയറാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ സമയത്തിന് വേഗം പോയി കുളിച്ചെല്ലാം റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ആ സമയത്ത് തന്നെ അമ്പലത്തിൽ ഉച്ചക്ക് 1 മണിക്ക് മുമ്പായിട്ട് നമ്മൾ തൊഴുതിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2 മണിയാകുമ്പോൾ കുടജാദ്രിയിലേക്ക് പുറപ്പെട്ടു. ജീപ്പിലാണ്. ജീപ്പിലെന്ന് പറഞ്ഞാൽ എല്ല് നുറുങ്ങുന്ന എടുത്ത് കുത്തല്ലാന്ന് പോയിന്. അത്ര ചിരിച്ച് ഒരു വകയായിന്. ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തുനിലയിലൊന്നുമല്ല. ജീപ്പ് ഒന്ന് തുള്ളുമ്പം നമ്മളെ തല ജീപ്പിൻ്റെ മേലെ മുട്ടുന്നു. ആ സൈസ് കുത്തലാണ് ഉണ്ടായിന്. അതുപോലത്തെ റോഡാണ്. ആദ്യം നമ്മൾ താറിട്ട റോഡ് നല്ല സുഖമായിട്ട് പോയി. പിന്നെ ഏകദേശം അങ്ങെത്താനാകുമ്പം ആണ് ഈ ഉള്ളോട്ടുള്ള ഒരു റോഡിലെത്തിയാലാണ് നമുക്ക് ഈ അവസ്ഥയുണ്ടായിന്. അതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അനുഭവമാണ്. അപ്പം അങ്ങനെ അത് നമ്മളെ കാറൊന്നും എടുത്തിട്ടൊന്നും പോയാലൊന്നും അങ്ങ് പോകാൻ സമ്മതിക്കില്ല. ജീപ്പിൽ തന്നെ പോകണം. കാറൊന്നും അങ്ങ് കുന്ന് കയറുകയും ചെയ്യില്ല. അതുപോലത്തെ ഒരു ഇതാണല്ലോ, വഴിയാണല്ലോ. അപ്പോൾ ജീപ്പേ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീപ്പിൽ പോയതാണ്. അപ്പം അങ്ങനെ നമുക്കതൊരു നല്ല അനുഭവമാണ്. പിന്നെ അന്ന് മഴ പെയ്തത് കൊണ്ട് കടുപ്പപ്പെട്ട വെയിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്ക് ഉഷ്ണം അനുഭവപ്പെട്ടിട്ടില്ല. അധികം നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായിന്. പിന്നെ അതുകൊണ്ട് ഉഷ്ണത്തിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ കുന്ന് കയറി ആദ്യമായിട്ടാണ് കുടജാദ്രിയിൽ പോകുന്നത്. നമ്മൾ എത്രയോ പ്രാവശ്യം മൂകാംബികയിൽ പോയി, പക്ഷേങ്കിൽ കുടജാദ്രിയിൽ പോകലില്ല അങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മേലെ എത്തി. അവിടെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്നിടക്ക് തന്നെ കുറേ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം തൊഴുതിട്ടാണ് നമ്മൾ പിന്നെ മല കയറുന്നത്. കുടജാദ്രി മല കയറുന്നത് അങ്ങനെയാണ്. അതും ഭയങ്കര രസമായിന്. ഒരു ഭാഗത്ത് ഭയങ്കര താഴ്ചയല്ലേ, നമ്മൾ പേടിയാകുന്ന തരത്തിൽ. നമ്മൾ നേരെ എത്തി അവിടെ ഇറങ്ങിയിട്ട് മല കയറാൻ തുടങ്ങിയതാണ്. അതാണ് നമ്മൾ പോയ ജീപ്പ്. നമ്മൾ സംസാരിക്കാൻ മലയാളം അറിയാത്ത ഡ്രൈവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാളോട് എന്തെങ്കിലും എല്ലാം ചോദിക്കുമ്പോൾ അയാളാകെ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എന്തൊരു താഴ്ചയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ പേടിയാവും. അത്ര ഹൈറ്റിലല്ലേ നമ്മളുള്ളത്. മഞ്ഞുമലകളിങ്ങനെ കാണുന്നില്ലേ. താഴ്ച കണ്ട എല്ലാവരും താഴ്ച നോക്കിക്കോ. അത്ര താഴ്ചയിലുള്ള ആ കാണുന്നതെല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ നടന്നിട്ട് കുന്നുകയറേണ്ട സ്ഥലമാണ്. ഇത് കുന്നിൻ്റെ
മലേൻ്റെ താഴിലുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടുന്ന് ഇടയെല്ലാം തൊഴുതിട്ട് വേണം നമ്മൾ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് ഇത്രയും വലിയ മല കയറാൻ വേണ്ടിയിട്ട് അധികം ആളൊന്നും ഉണ്ടാവില്ല എന്നാണ്. നോക്കുമ്പോൾ ഉണ്ട്, പ്രായമുള്ളവരെല്ലാം ഉണ്ട്, ചെരിപ്പിടാണ്ടെല്ലാം ഉണ്ട്, ഓരോ അമ്മമ്മമാരെല്ലാം കയറി പോന്നു. ഇതുപോലത്തെ വഴിയല്ലേ നമ്മൾ പോകുമ്പം കുറേ ആൾ കയറിയിട്ട് തിരിച്ച് വരുന്നതുണ്ട്. ഇതുപോലത്തെ ഒരു വഴിയിലേക്കൂടെ ഉച്ച സമയത്ത് വെയിലും കൂടി ഉണ്ടെങ്കിൽ പകുതിക്കെത്തുമ്പം തന്നെ ആൾ തളർന്ന് അവശരാകും. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി നല്ലോണം മഴ പെയ്തതുകൊണ്ട് നമ്മൾ പോകുമ്പം ആ ഭാഗമെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് ചളിയായിട്ടെല്ലാം അങ്ങനെ ഉള്ളതാണ്. നല്ല മഴയാണ് പെയ്തിന്. അപ്പോൾ അതുകൊണ്ട് വെയിലിൻ്റെ ചൂടൊന്നുമില്ല, നല്ല തണുത്ത. പിന്നെ ഈ മല കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടല്ല, നമ്മൾ മേലെ എത്തുന്നതിനെ നമുക്ക് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യമെല്ലാം നല്ല സ്പീഡിൽ ഓടിച്ചാടിയിട്ടെല്ലാം കയറിയിനി, ഭയങ്കര സന്തോഷത്തോടെ നല്ല താല്പര്യത്തോടെയെല്ലാം കയറിയതാണ്. അപ്പോൾ കുറേ കയറി അങ്ങ് പകുതിയെല്ലാം എത്തുമ്പം പിന്നെ കുറച്ചെല്ലാം കഥപ്പെല്ലാം വന്നിനി. എന്തായാലും ഇത്ര വരെ എത്തിയതല്ലേ, എന്തായാലും കയറാണ്ടില്ല എന്നുള്ള ഒരു വാശിയോടെ അങ്ങനെ നമ്മൾ എല്ലാവരും കയറി. നല്ല രസമാണ്, നല്ല കാഴ്ചയാണ്. പക്ഷെ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞത് ഒരു റോഡൊന്നും അല്ലാത്തത് കൊണ്ട് ഈ കല്ലും ഇതെല്ലാം ആയിട്ടുള്ള ഇതായതുകൊണ്ട് നടക്കാനും പിന്നെ കുന്നും ആകുമ്പം കുറേ പ്രയാസമുണ്ട്. എന്നാലും നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന കൂട്ടോട് ഇങ്ങനെ ചോദിക്കും ഇടക്ക്, ഇനിയും കുറേ ഉണ്ടോ നേരം. അപ്പോൾ ഓരോരുത്തർ പറയും ഇല്ല ഇപ്പോൾ കുറച്ച് എന്ന്. ചിലവർ പറയും നമ്മൾ ഈ കയറി അത്ര തന്നെ എന്നുണ്ട്. അങ്ങനെയെല്ലാം ഇങ്ങനെ ഓരോരുത്തർ അനുഭവം പറഞ്ഞ് അപ്പോൾ ചിലവർ പറയുന്നുണ്ട്, ഇതെന്തിനാ ഈ ശങ്കരാചാര്യർ ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് തപസ് ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ടപ്പോൾ എല്ലാം തമാശയായിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ലെങ്കിലും കുറച്ച് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. ശങ്കരാചാര്യർ ഈ മലേൻ്റെ മേലെ പോയിട്ട് പ്രാർത്ഥിച്ച് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും, എന്നിട്ട് ദേവി വന്നിട്ട് ദേവിയോട് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ പിറകിൽ നടക്കുക, നീ മുന്നിൽ നടന്നോ, തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയാണ് രണ്ടാളും പുറപ്പെട്ട് നിന്നു. അപ്പോൾ എന്നിട്ട് മലയിറങ്ങി കുറേ നടന്ന് വരുമ്പം ശങ്കരാചാര്യർക്ക് ഒരു സംശയം വന്ന്, ഞാൻ മുമ്പിലിങ്ങനെ നടക്കുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്തായാലും പിന്നെ മെല്ലനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയേ ഉള്ളൂ പോലും. അപ്പോൾ ദേവിക്ക് കോപം വന്ന് ദേവി പറഞ്ഞ പോലെ ഇനി ഞാൻ വരൂല, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ മലേൻ്റെ താഴ് മൂകാംബിക ക്ഷേത്രം വന്നിനെന്നെല്ലാമാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കിതിൻ്റെ കൂടുതലൊന്നും നമുക്കറിയില്ലെങ്കിലും അപ്പം അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയെല്ലാം ഓരോ തമാശയെല്ലാം പറഞ്ഞിട്ടെല്ലാം അങ്ങനെ മേലെ കയറിയതാണ്. നല്ല രസേനും. അങ്ങനെ മേലെ എത്തുമ്പോൾ ഉള്ള വഴിയെല്ലാം ദുർഘടം തന്നെയാണ്, ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ്. കല്ല് വണ്ണത്തിലുള്ള കല്ലുകളെല്ലാം ആയിട്ട് ചെറിയ കുട്ടികളെല്ലാം എടുത്തിട്ടെല്ലാം കൊണ്ട് പോകുന്ന ആൾ ചെറിയ കുട്ടികളെ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ നടക്കുന്ന തരത്തിലുള്ള കുട്ടികൾ നടന്നിട്ട് കയറിയിട്ടെല്ലാം പോകുന്നുണ്ട്. കുട്ടിയൊക്കെ പിന്നെയും കുറച്ചൊരു ഉഷാറുണ്ടാവും. നമ്മളെ പോലത്തെ കുട്ടികൾക്ക് അത്ര എളുപ്പത്തിലൊന്നും ഓടിക്കയറാൻ കഴിയില്ലല്ലോ. അവരെ കുറച്ച് പ്രായമുള്ള ഒരമ്മയോട് എന്നിട്ട് നമ്മൾ ചോദിച്ചാരം പറയുന്നുണ്ട്, നമ്മളെല്ലാം കയറിയിട്ട് തിരിച്ച് വന്നില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് കയറുന്നതിന് ധൈര്യമായിട്ട് പോടുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വടിയെല്ലാം കുത്തിയിട്ടെല്ലാം പോകുന്നതാണ്ട. വടിയെല്ലാം കുത്തിയിട്ടെല്ലാം പോകുന്നുണ്ട് ഓരോരുത്തർ. ഈ നല്ല കുന്ന് വരുമ്പോഴാണ് വടി കുത്തേണ്ടി വരുന്നത്. അങ്ങനെ കുറേ ആൾ ഇങ്ങനെ വടിയെല്ലാം കുത്തിയിട്ട് പോകുന്നുണ്ട്.
അപ്പം അങ്ങനെ കയറി മേലെ എത്തിയിട്ട് നമ്മൾ 5 മണിയാകുമ്പോൾ താഴെ ഇറങ്ങി തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെയും നമ്മൾ എന്നിട്ട് അമ്പലത്തിലെല്ലാം പോയിട്ട് രാവിലെ 10 മണീൻ്റെ ബസ്സിന് തിരിച്ചു വന്നു. അങ്ങനെ പെട്ടെന്നൊരു ട്രിപ്പ് തട്ടിക്കൂട്ടി ആക്കിയതാണ്. അങ്ങനെയല്ലേ പോകാൻ സാധിക്കും. കുറേ കാലം മുമ്പേ പറഞ്ഞായാലൊന്നും നമുക്ക് നേരം കിട്ടില്ല. പെട്ടെന്ന് തീരുമാനിക്കണം നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.